പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശവനിശം ഹൃദി ഭാവയാമി. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശ്രീമദ് ഭാഗവതാമൃതത്തിൽ നമ്മൾ പാലാഴി മഥനമാണ് പറഞ്ഞ് തുടങ്ങിയത്. അതിൽ അമൃതം കിട്ടിയതായ സമയത്ത് അസുരന്മാരവരുടെ സ്വാർത്ഥ സ്വഭാവം കാണിച്ച് അപഹരിച്ച് കൊണ്ടുപോയി. സമയത്ത് ഭഗവാൻ പറഞ്ഞു, നിങ്ങളെല്ലാം സമാധാനിക്കും, കൊണ്ടുപോലാവരാവും, പക്ഷേ കഴിക്കൽ നമ്മളാവും, പേടിക്കൊന്നും വേണ്ട. എല്ലാറ്റിനും ഭഗവാനൊരു താക്കോലുണ്ടല്ലോ. ഏത് പൂട്ടും തുറക്കാണ്ടൊരു താക്കോലുള്ള ആൾ ആരെയുള്ള ഈ ലോകത്തിലറിയോ? നമ്മുടെ ഭഗവാൻ മാത്രം. ഇടയ്ക്ക് നമ്മളൊക്കെ തുറക്കാൻ പറ്റാത്ത പൂട്ടിൽപ്പെട്ട തട്ടം തിരിയണവരാണ്. പരിപൂർണ സ്വതന്ത്രൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. നിമിഷം കൊണ്ടാണ് ഒരു സുന്ദരിയായിട്ട് ഭഗവാനായിട്ട് മാറിയത്. നമുക്ക് പറ്റുമോ? മേക്കപ്പ് ചെയ്യണമെങ്കിൽ എത്ര നേരം വേണം? അത് തന്നെ ഒരു പുരുഷൻ സ്ത്രീവേഷം കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാൻ അത് ഒരു സമയവും വേണ്ടി വരുന്നില്ല, ഒരു സാധനവും വേണ്ടി വരുന്നില്ല. അതാ ആരും നോക്കിപ്പോവും. പുരുഷന്മാർ പ്രത്യേകിച്ച് സ്ത്രീകളടക്കം ആരാപ്പം ഈ സുന്ദരി എന്ന് കരുതത്തക്ക വിധം അംഗസൗഷ്ഠവത്തോടു കൂടി മനോഹരമായിട്ടൊരു മോഹിനിയായിട്ട് അവതാരം സ്വീകരിച്ചു എന്നാണ്. ഈ അവതാരമാണ് സ്വീകരിച്ചിട്ട് ദേവൻ അസുരന്മാരുടെ മുമ്പിൽ ഭാവഹാവ കടാക്ഷങ്ങളെ കൊണ്ട് അവരെ വല്ലാതെ ആകർഷിച്ചു. അപ്പോൾ എല്ലാവരും പട്ടേരിപ്പാട് പറയും, സർവേശ്വര, അമൃതകുംഭത്തിലുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് അവരൊക്കത്ത് ഉദരോജ കുംഭേ, അങ്ങയുടെ മാറത്തുള്ള കുംഭത്തിലേക്ക് ആകൃഷ്ടരായി. അമൃതകുംഭത്തെ അവർ മറന്നു. ഇതിപ്പോൾ അസുരന്മാർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും പറ്റണ അബദ്ധമാണ്. എന്ത്? അമൃതത്തിലുള്ള ശ്രദ്ധ വിട്ട് വിഷയത്തിൽ പോവുക. സ്ത്രീയുടെ പക്ഷത്തിൽ ശ്രദ്ധ പോയിട്ട് ആ കുംഭത്തിലായി ഈ ശ്രദ്ധ എന്ന പട്ടേരിപ്പാട് പറഞ്ഞതാണ് കേട്ടോ, ഞാൻ പറയണതല്ല. ഉദരോജ കുംഭേ. അതേപോലെ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ എത്രമാത്രം മനുഷ്യൻ ശ്രദ്ധിക്കണം. അമൃതസുഖം കൈവരും, അത് പോവാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആയാൽ അവർ വന്നു. കാത്തങ്കഞ്ചബലാസാക്ഷി. പിന്നെയാണ് തുടങ്ങി, താമരക്കണ്ണി, നീ ആരാണ്? നീ എവിടുത്തെയാണ്? പേരെന്താണ്? വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ? അച്ഛൻ്റെ പേരെന്താണ്? ആരാണ് അച്ഛൻ? ഇപ്രകാരം ഒരുപാട് ചോദ്യങ്ങൾ അവരാണ് ചോദിച്ചു. ഏത് ചോദ്യത്തിനാണ് ഉത്തരം പറയുക? ഈ പ്രസ് ക്ലബ്ബിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന ഇടയ്ക്ക് മുഖ്യമന്ത്രിയും ബാക്കിയുള്ളവരൊക്കെ കുടുങ്ങും. 100 ചോദ്യങ്ങൾ അവലതിക്കുന്ന വരുന്നത് മൈക്കും ഇങ്ങനെ പിടിച്ചിട്ടേ. ഏതിനാ ഉത്തരം പറയുക എന്ന പോലെ ഒരവസ്ഥയിലെ കസ്യ ശിവദവഹമോരു മത്നാൻ തീവം മനാംസിന. അയ്യോ, ഞങ്ങളുടെ മനസ്സ് വല്ലാതെ മതിക്കപ്പെടുന്നു നിൻ്റെ ഹാവഭാവ കടാക്ഷങ്ങളെ കൊണ്ട്. അതുകൊണ്ടൊന്നും പറയൂ, നീ ആരാണ്, എന്താണ്? ഞാൻ പറയാം. ഭഗവാൻ പറഞ്ഞു, എനിക്കിപ്പോൾ വിശേഷിച്ച് പേരോ മേൽവിലാസോ ഒന്നതിക്കില്ല താമസിക്കണതെന്നോ അങ്ങനെയൊന്നുമില്ല. ഇന്നൊരാളുടെ കൂടെ വെച്ചാൽ നാളെ മറ്റൊരാളുടെ കൂടെ പോവും. ഇന്ന ആൾ അങ്ങനെയില്ല. അപ്പോൾ അസുരന്മാർ പറഞ്ഞു, അതെന്തായാലും നന്നായി, ഞങ്ങൾ വിളിച്ചാൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചതേ. സീത പറഞ്ഞത് എന്താ അറിയോ? ഞാൻ വേറൊരാളുടെ കൂടെ പോകേണ്ടി വന്നാൽ മരിക്കും. എനിക്ക് അങ്ങനൊരു ചിന്ത മനസ്സിലില്ല. അപ്പോൾ നല്ല സ്ത്രീകൾ അങ്ങനെ പറയുക. അങ്ങനെ ആണെന്ന് കണ്ടാൽ ആ സ്ത്രീകളെ സൽപുരുഷന്മാർ ഇഷ്ടപ്പെടില്ല. അയ്യേ അവളോ എന്ന് പറയും ഇല്ലേ? പിന്നെ അസുരന്മാർ ആ സ്വഭാവക്കാരായതുകൊണ്ട് എന്തുണ്ടായി? നന്നായി. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പം ഞങ്ങൾ വിളിച്ചാലും വരും അല്ലേ? അപ്പം പറഞ്ഞു, ഞങ്ങളങ്ങനെയല്ല കേട്ടോ എന്ന് അസുരന്മാർ. കശ്യപദായാത, കശ്യപൻ്റെ മക്കളാണ്. ദേവന്മാരുടെയും അസുരന്മാരുടെയും അച്ഛനാണ് കശ്യപൻ. ദിതി അസുരന്മാരുടെ അമ്മയും അതിഥി ദേവന്മാരുടെ അമ്മയാണല്ലോ. കശ്യപദായാത ഭ്രാതരാഗ്. പിന്നെന്താണ്? വേദങ്ങൾ അത്യാവശ്യം അറിയാം, പഠിച്ചിട്ടുണ്ട്, മഹിമയുണ്ട് ഞങ്ങൾക്ക്. അങ്ങനത്തെ ഉള്ളവരൊക്കെയാണ്. പക്ഷേ ഹേ സുന്ദരി, ഒരു കാര്യം. എന്താ അത്? ഞങ്ങളുടെ ശിരസ്സിൽ കാണുന്ന ഈ സ്ഥാനം ഉണ്ടല്ലോ, ഈ കുംഭം, ഈ സാധനം,
ഇത് അമൃതമാണ്, ഈ സ്ത്രീക്കൊന്നും അറിയില്ല വെച്ചിട്ട് അവർ പറയണതേ. പാലാഴിയൊക്കെ കടഞ്ഞ് വളരെ ബുദ്ധിമുട്ട് കിട്ടിയിട്ടുള്ള ഈ വസ്തു ആര് വിളമ്പണം എന്ന ഒരു തർക്കം. ഈ വിളമ്പണ കാര്യത്തിലുണ്ടല്ലോ പല തരത്തിലുള്ള ഒരാൾ അധികം വിളമ്പുക, പക്ഷഭേദം കാട്ടുക, വല്ലാതെ പിശുക്കുക, വേണോ വേണ്ടേ വെച്ചിട്ട് വിളമ്പരുത്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് പല ദോഷവും കാണുന്നു. ചുരുക്കപ്പോൾ ആരാ വിളമ്പേണ്ടത് നിശ്ചയമില്ലാത്തൊരവസ്ഥ. ഒരാളെ തീരുമാനിച്ചാൽ അത് മറ്റുള്ളവർക്ക് പറ്റില്ല. ഒരു കാര്യം ചെയ്യേ, നീ ഇപ്പോൾ ഈ വിളമ്പണ സംഗതി ഒന്ന് അങ്ങോട്ട് ഏറ്റെടുക്കുമോ, എന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാവും. നീ എന്ത് ചെയ്താലും ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും സമ്മതമാണ്, ഒരു എതിരഭിപ്രായവും ഇല്ല. സുന്ദരി ഒന്ന് ചെയ്തു തരും, എന്നാൽ വലിയൊരു പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടും ചെയ്തു. അപ്പം സുന്ദരി ആദ്യം പറഞ്ഞു, അസുരന്മാരെ നിങ്ങളിത്ര വൃത്തിയില്ലാത്തവരാണെന്ന് ഞാൻ കരുതേണ്ടായില്ല. ഈ പാലാഴിയൊക്കെ കടഞ്ഞിട്ട് അമൃതം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഇത്രമാത്രം കഷ്ടപ്പെട്ട് കിട്ടിയിട്ടൊരു വിശിഷ്ട വസ്തു ഈ ലോകത്തിൽ വേറെ ഇവിടുന്നോട്ട് കിട്ടൂല. അത് അങ്ങാടി പോയിട്ടൊരു പാക്കറ്റ് അമൃതം വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? അപ്പോൾ സുദുർലഭമായിട്ട് നിങ്ങൾ മെനക്കെട്ട രീതിയിൽ മാത്രം കിട്ടാവുന്ന, മറ്റാർക്കും കിട്ടാത്ത, അത് ഒരു മേൽവിലാസവും ഇല്ലാത്ത ഒരാളെ ആണോ നിങ്ങളെ ഏൽപ്പിക്കുന്നത്? കഥങ്കശ്യപതായാത, കശ്യപൻ്റെ മക്കളായിട്ടുള്ള നിങ്ങൾ ആ വസ്തുവിൻ്റെ ഗൗരവം മനസ്സിലാക്കണില്ല. ലോകവിവരവും അല്ലെങ്കിൽ അനുഭവവും നിങ്ങൾക്കില്ല താനും. ചെറിയ കുട്ടിയോടും കൂടിയും കാണിക്കാത്ത പോലെയാണല്ലോ ഇപ്പോൾ നിങ്ങളിതൊക്കെ കാണിക്കണത്. ഞാൻ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ കണ്ടിരിക്കണം അന്നറിയണമല്ലോ. എന്തുദ്ദേശിച്ചിട്ട് വിശ്വസിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ഇത് എൻ്റെ കയ്യിൽ തരണം? ഇതൊക്കെ ചോദിച്ചപ്പോഴും അസുരന്മാർ പിന്മാറിയില്ല. മോഹിനി, നീ ഉണ്ടല്ലോ ഈ സത്യം പറയുന്ന ആളാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശങ്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഒന്നും പറയണ്ട, ഇത് ഞങ്ങൾക്കാണ് വിളമ്പി തരിക, അപ്പുറത്തേക്ക് ഇനിയൊന്നും സംസാരമില്ല എന്നായി അസുരന്മാർ. അത്രയ്ക്ക് ഫ്ലാറ്റായി ഇന്നത്തെ ഭാഷയിൽ പറയാച്ചാൽ സുന്ദരിയെ കണ്ടിട്ടേ. ശരി, ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ പാലിക്കണം. ഈ പ്രശ്നം. ഒന്നിൽ നമ്മൾ അടിമപ്പെട്ടാൽ പിന്നെ അവർ താക്കോലും അവരുടെ കയ്യിലായി ഇല്ലേ, സ്റ്റിയറിങ് അവരുടെ കയ്യിലായി. ഏതായാലും ഇന്ന് വേണ്ട, ഇപ്പോൾ നേരമൊക്കെ അസമയമായി. നാളെ പ്രഭാതത്തിൽ കുളിച്ച് 2 വരിയായിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് വിളമ്പിത്തരാം. നമ്മുടെ ബുഫേ സിസ്റ്റം ഒന്നുമല്ല അല്ലേ, പാത്രം കൊണ്ട് പോയ അമൃത് മേടിക്കലല്ല, വിളമ്പി കൊടുക്കുക. നമ്മുടെ സംസ്കാരം അതാണ്. അപ്പോൾ നിങ്ങൾ 2 പങ്ക്തികളായിട്ട് ഇരുന്നാൽ, കണ്ണടച്ചിരുന്നാൽ, ഒടുവിൽ കണ്ണ് തുറക്കണ ആളെ ഞാൻ സ്വീകരിക്കാം. കേട്ടപ്പോൾ അസുരന്മാർക്ക് അമൃതം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഈ അമൃതമല്ലേ ഏറ്റവും വലുത്, മോഹിനിയെ സ്വന്താക്കാലോ, കണ്ണടച്ചിരിക്കല്ലേ വേണ്ടു, വേറൊന്നും വേണ്ടല്ലോ എന്നും പറഞ്ഞ് ഐകകണ്ഠ്യയെ സമ്മതിച്ചു അവർ. ശരി, അങ്ങനെയാവാം. പിറ്റേ ദിവസം ഇവർ 2 കൂട്ടരും അങ്ങനെ കണ്ണും അടച്ചിരിക്കുകയാണ്. ഇലയുടെ വിളമ്പാനുള്ള ഏർപ്പാടോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഭഗവാൻ എന്ത് ചെയ്തോ, ഒരു കണ്ണടച്ചിരിക്കണ നിമിഷം കൊണ്ട് ദേവന്മാർക്ക് അമൃത് മുഴുവനെയാണ് വിളമ്പി കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ തുടങ്ങും, കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോഴേക്ക് ഇതാ പിന്നെ സംസാരം തുടങ്ങി. എന്താ ഇപ്പോൾ മോഹിനിയെ കാണാത്തത്? ഇത്രയൊക്കെ നേരം പിടിക്കുമോ? ഏത് തലയ്ക്കുന്നാണാവോ വിളമ്പണം? അവിടേക്ക് തുടങ്ങിയിട്ടുണ്ടോ അവിടെ എന്ന് ഈ അറ്റത്തുനിന്ന് ആ അറ്റത്തേക്ക് വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് തുടങ്ങിയതുകൊണ്ട് ഇങ്ങടെത്താനാവോ താമസം? അവർ ചോദിച്ചു, ഇവിടെ തുടങ്ങണു. ഇവിടെ തുടങ്ങിയപ്പോൾ എന്താ അവർക്കിപ്പോൾ ഇത് വിളിച്ച് ചോദിക്കേണ്ട ആവശ്യം? അവിടെ എത്തുമ്പോൾ എത്തും, ക്ഷമയോട് കൂടിയാണ് ഇരിക്കും. ഇവിടെ അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ടായിരിക്കണം അമൃത് കിട്ടാത്തതുകൊണ്ടേ. അപ്പോഴാണ് അവിടെ തുടങ്ങിയോന്ന്. സമാധാനത്തോടു കൂടി ഇരിക്കുക, അവിടെ എത്തുമ്പോൾ എത്തും. ഇവിടുത്തെ കാര്യം എന്തിനാ നിങ്ങളറിയണം? ഇങ്ങനെ കുറച്ച് നേരം കൂടി കഴിഞ്ഞു, സമയം ഇങ്ങനെ പോകുന്നുണ്ട്, അമൃതം എത്തുന്നുമില്ല. ഇവിടെ ദേവന്മാർ സുഖമായിട്ട് അമൃതം ഭക്ഷിക്കാൻ തുടങ്ങിയിരിക്കണം. ഏകദേശമൊക്കെ വിളമ്പി കഴിയേണ്ട അവസ്ഥയപ്പോൾ ഒരാൾ ചോദിച്ചു, ഇത് ശരിയല്ല കേട്ടോ, എന്തോ ഒരു സംഗതി ഉണ്ട്. എന്തായാലും അടുത്ത ആളുടെ ഇലയിലൊന്ന് തപ്പി നോക്കിയാലോ? ഇലയിൽ തപ്പി നോക്കുമ്പോഴേക്കും കട്ടകാലത്തിലത് അയാളെ കൈബിലാണ്ട് കൊണ്ടു. തനിക്കെന്താ എൻ്റെ ഇലയിൽ എന്താ താൻ കാണിക്കണേ? തൻ്റെ ഇലയിൽ കാര്യം ശ്രദ്ധിച്ചാൽ പോരെ? അതും അബദ്ധമായി. പിന്നെ കുറച്ച് നേരം മിണ്ടിയില്ലേ, അവിടെ കലഹം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല കണ്ണൊന്ന് തുറന്നു നോക്കിയാലോ, ഇവിടെ എന്താ നടക്കണമെന്ന് അറിയണ്ടേ, എങ്ങനെ കണ്ണും മൂടിയിരുന്നാൽ മതിയോ? ഒരാൾ. മറ്റേയാളൊക്കെ പറഞ്ഞു, അതേ തൻ്റെ സൂത്രമാണ്, വിളവ് അവിടെ ഇരിക്കട്ടെ, ഞങ്ങളെ കൊണ്ടൊക്കെ കണ്ണ് തുറപ്പിക്കുക, താൻ മോഹിനിയെ സ്വന്തമാക്കുക, അതേ ഞങ്ങളടുത്ത് നടക്കില്ല. എന്നാൽ കണ്ണ് മൂടിയിരിക്കുകയല്ലേ? അല്ല താൻ കണ്ണ് തുറന്നോ, ഒരാളുടെ ക്യൂ ഒഴിവായില്ലോ, താൻ തുറന്നോ. കണ്ണുണ്ടോ തുറക്കാൻ തോന്നുന്നു, മോഹിനിയെ നഷ്ടപ്പെട്ടാലോ?
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ എന്തായാലും കണ്ണ് തുറക്കുകയാണ്, ഞാൻ അമൃതം കിട്ടിയാലും വേണ്ടില്ല കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, മോഹിനിയെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. താൻ നേരത്തെ തന്നെ തുറന്നോ, ഞങ്ങളാരും വേണ്ട പറഞ്ഞില്ലല്ലോ. കണ്ണ് തുറന്ന് നോക്കിയപ്പോഴാണ് സംഗതി മനസ്സിലായി. ഇവരൊക്കെ അസുരൻ ദേവന്മാർക്ക് വിളമ്പി കൊടുത്തിരിക്കുന്നു. വിഡ്ഢികളെ, കണ്ണിഞ്ഞി മൂടിയിരിക്കേണ്ട, ഇരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. മോഹിനി അമൃതം എത്തേണ്ട ദിക്കിലെത്തി. എന്തോ ഒരു സംഗതി ഉണ്ട്, എല്ലാവരും കണ്ണാണ് തുറന്നു. അതാ മോഹിനി ഇല്ല, അമൃതവും ഇല്ല, ഒന്നുമില്ല. അധിക പ്രസംഗികൾ ദേവന്മാർ വിഷ്ണുവിനെ അയച്ച് നമ്മളെ മയക്കാറായോ? ഇത് വെറുതെ വിട്ടാൽ പറ്റില്ല. എടുക്കുക കുന്തവും ആയുധവും വാളും. തുടങ്ങി ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം. അതിഗംഭീര യുദ്ധമാണ് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അസുരന്മാർ തോറ്റു. ഭഗവാന്റെ യഥോ വിജയ ശ്രീഗുണാസ്തത ഇത്ര യോഗേശ്വര കൃഷ്ണോ, കൃഷ്ണനും ഭഗവാനുള്ള ദിക്കിലല്ലാതെ വിജയം ഉണ്ടാവുമോ? പറയാനില്ല. അസുരന്മാർ തോറ്റു. നാരദോപദേശത്താൽ ആ യുദ്ധം നിർത്തി. നമുജി എന്ന് പറഞ്ഞിട്ടൊരു അസുരനെ ഭഗവാൻ നൊരയും പതയും കൊണ്ട് കൊന്നു എന്നാണ്. ഇവരൊരു വരം വാങ്ങിയിട്ടുണ്ട്, നനഞ്ഞ വസ്തുക്കളെ കൊണ്ടോ ഉണങ്ങിയ വസ്തുക്കളെ കൊണ്ടോ കൊല്ലപ്പെടാൻ പാടില്ല. അങ്ങനെ നമുജിയെ ഭഗവാൻ, നൊരാപത എന്ന് പറഞ്ഞാൽ വെള്ളം ആയതുകൊണ്ട് നനഞ്ഞതും ആവാം, വെള്ളത്തിൽ നിന്ന് ഉണ്ടായ വസ്തു ആയതുകൊണ്ട് വെള്ളം അല്ലാണ്ടിയാവാം. എന്തൊക്കെ സർക്കസാണ് ഭഗവാൻ ഈ മരണത്തിന് വേണ്ടി പ്രയോഗിക്കണം, ആലോചിച്ച് നോക്കൂ. അങ്ങനെ നമുജിയെ വധിച്ചു. ഈ പാലാഴി മദനത്തിൽ ഒരൊറ്റ ലേശാമൃതം അസുരന്മാർക്ക് കിട്ടിയതുമില്ല. പിന്നെ ആ തത്വം പറയുകയാണ്, ഏവം സുരാസുരഗണ സമദേശകാലകേത്തർത്ഥകർമ്മഗതയോപി ഫലേ വികൽപ്പ. ഈ ദേവന്മാരും അസുരന്മാരും ഒപ്പം പരിശ്രമിച്ചിട്ടല്ലേ അമൃതം കിട്ടിയത്. അമൃതം ഉണ്ടായത് അങ്ങനെയാണ്. പക്ഷേ അസുരന്മാർക്കൊരൊറ്റ ലേശ അമൃതം കിട്ടിയില്ല. തത്ര അമൃതം സുരഗണാബലമഞ്ജസാബുർ യത്പാദ പങ്കജരജക്ഷണയന്നദൈത്യ. അവസാനത്തെ വരിയിലാണ് അതിൻ്റെ കാരണം പറയണത്. ആ ദേവന്മാർക്ക് അസുരൻ അമൃതം മുഴുവനെ കിട്ടുകയും ഒറ്റ ലേശം അസുരന്മാർക്ക് കിട്ടാതിരിക്കുകയും ചെയ്തു. എന്താ കാരണം? യത്പാദ പങ്കജരജ, ഏതൊരു ഭഗവാന്റെ പാദപത്മത്തിലുള്ള ഉറച്ച ഭക്തി ആണോ സർവശ്രേയസ്സിനും കാരണമായി തീരുന്നത്, ആ പാദത്തിലുള്ള ഭക്തന്മാരായിരുന്നു ദേവന്മാർ. അതുകൊണ്ടാണ് ഉദ്ദേശിച്ചതിലധികം ഫലം അവർക്ക് കിട്ടിയത്. അസുരന്മാരോ ന ദൈത്യ, ആ ഭക്തി അവർക്കുണ്ടായിരുന്നില്ല. അവരുടെ കായിക ബലം കൊണ്ടും സാമർഥ്യം കൊണ്ടുമാണ് എല്ലാം നേടുന്നത് എന്ന് അഹങ്കാരം ഉള്ളതുകൊണ്ടാണ് അർഹതപ്പെട്ട ഭാഗം കൂടി അവർക്ക് കിട്ടാതിരുന്നത്. അതുകൊണ്ട് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും യുജ്യതേ സുവസുകർമ്മമനോവചോപി ദേഹാത്മജാതിപൃഥക്വാത്. ഏതൊരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോഴും നല്ല കാര്യമാണെങ്കിലും നമ്മുടെ ജീവിത കാര്യത്തിൽ തുടങ്ങുമ്പോൾ ഈശ്വര സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് ചെയ്യുക. വാഹനമൊക്കെ വാങ്ങി 8, 10, 15 ലക്ഷമാണെങ്കിലും ഒരു വാഹന പൂജ ഉണ്ട് നമുക്കല്ലേ. ധാരാളം വാഹനങ്ങൾ വരുന്നതിൽ റേറ്റ് കുറച്ച് കൂട്ടും, അമ്പലത്തിലേക്ക് വരുമാനമായി. ഇതാരും ചെയ്യാണ്ടിരിക്കില്ല. എന്താ അത് എവിടെയെങ്കിലും പോയി മുട്ടേ തട്ടേ ചെയ്യാതിരിക്കണത് നമ്മുടെ മാത്രം ഒരു കഴിവല്ല. ഡ്രൈവിങ്ങിൽ എത്ര എക്സ്പെർട്ടായാലും അപകടം വരുന്നില്ലേ. എക്സ്പെർട്ടിനാണ് ചിലപ്പോൾ അധികം വരെ ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലേ. 15 ലക്ഷവും ചിലപ്പോൾ ജീവനും അപകടത്തിലാവും എന്നുള്ള പേടി കൊണ്ട് നമ്മൾ കാറായാലും എന്തായാലും എന്ത് ചെയ്യുന്നു, അടുത്തുള്ള അമ്പലത്തിലൊന്ന് കൊണ്ടുപോയിട്ട് പൂജിച്ച് എത്ര റേറ്റ് ആയാലും അത് കൊടുത്ത് വാഹന പൂജ. അപ്പോൾ ആ പേടി, വാഹനം ഓടിക്കുമ്പോഴേക്കും ആദ്യം എന്ത് ചെയ്യണം, ഒന്ന് പൂജിച്ച് ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം. എവിടെയും മുട്ടും തട്ടും ഒന്നും ചെയ്യാണ്ട് ആർക്കും പരിക്കൊന്നും ഇല്ലാണ്ട് അത് അവസാനം ഒരു ഓടിക്കാൻ സാധിക്കണേ ഭഗവാനെ. ബസ്സൊക്കെ ഓടിക്കുന്ന സമയത്ത് രാവിലെ ഒരു വിളക്കതിൻ്റെ ഉള്ളിൽ കൊളുത്തി വെച്ചിട്ടാണ് ചിലർ തുടങ്ങുക. ആലോചിച്ച് നോക്കൂ, ഒരു 4 ആൾ കയറണം, ചക്രം കയ്യിൽ വരണച്ചാൽ അല്ലെങ്കിൽ ഓടുന്നല്ലേ വഴിയുള്ളൂ. 10 ഉറുപ്പ്യ കിട്ടുമോ അല്ലേ? നേരം വഴിയുക RTO ചീത്തയും പറയും, ഫൈനുണ്ട്. 1 മിനിറ്റിന് 50 ഉറുപ്പ്യ എത്രയാണ് ഫൈന് വഴിയുക. ഓടാണ്ടിയും പറ്റില്ല, കാക്കാനും കൂടി പറ്റില്ല. 4 ആൾ കയറിയിട്ടില്ല വെച്ചാൽ വരുമോ നോക്കുക, ഒന്നും ശരിയാവില്ല. ആൾ കയറിയില്ലെങ്കിലത്തെ സ്ഥിതി എന്താ? അവരും കൊളുത്തുണ്ട്, ചന്ദനത്തിരി ഒന്ന് ഒഴിഞ്ഞു വെച്ച് ചിലവായാലും വേണ്ടി ഒരു മാലയൊക്കെ ചാർത്തും ഇല്ലേ. മാലയൊക്കെ ചാർത്തി അതിന് പൈസ ഉണ്ട്. എൻ്റെ ദിവസം മാലയ്ക്ക് പൈസ കൊടുത്തിട്ടായി മാല കെട്ടി അത് ചാർത്തണത് എന്തിനു വേണ്ടിയിട്ടാണ്? സർവേശ്വര, അത്യാവശ്യമൊക്കെ 4 ആൾ ഇതിൽ കയറണം, എന്തെങ്കിലും കാശുണ്ടാവണം, കാലിയായിട്ട് ഓടരുത്, മുട്ട് തട്ട് ചെയ്യരുത്. അതുകൊണ്ട് അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഈശ്വര സമർപ്പണ ബുദ്ധി ഉണ്ടാവുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിത ഗൗരി, പ്രഭാതേ കരദർശനം. രാവിലെ എണീക്കുമ്പോൾ ഒന്ന് ഭൂമി തൊട്ട് തലയിൽ വെച്ച്
3 ദേവിയാണ്, സരസ്വതി ദേവി, അതുപോലെ തന്നെ ലക്ഷ്മിയും ഗൗരിയും. അവരെയൊക്കെ സ്മരിച്ച് ഇന്നത്തെ ദിവസം ശുഭമാവണേ ഭഗവാനെ, അശുഭവാർത്തകളൊന്നും കേൾക്കരുതേ, പരാജയഭീതിയൊന്നും ഉണ്ടാവരുതേ, ആപത്തുകളൊന്നും വരുത്തരുതേ, നല്ലൊരു ദിവസം പ്രദാനം ചെയ്യണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വേണം തുടങ്ങാൻ. അതാണ് യത്യുജ്യതേ ശിവസുകർമ്മ മനോവചോഭി ദേഹാത്മജാസുപൃതത്വ തേരേവ തദ്ഭവതി യക്രിയത അപൃതത്വ സർവസ്യ തദ്ഭവതി മൂലനിശേചനം യത്. വൃക്ഷത്തിൻ്റെ കടക്കിൽ നമ്മൾ നനച്ചാൽ അതിൻ്റെ ഫലം എല്ലാ കൊമ്പത്തും കിട്ടും, ശാഖോപശാഖകളിലൊക്കെ കിട്ടും, വേറെ വേറെ നനയ്ക്കണ്ട. ഇതേപോലെ നമ്മളൊരു ദിവസമായാലും തുടങ്ങുമ്പോഴും ഒരു സംരംഭം തുടങ്ങുമ്പോഴും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഒക്കെ എന്ത് വേണമറിയോ, ഈ ഈശ്വര സമർപ്പണ ബുദ്ധി ഉണ്ടായാലേ അത് വിജയപ്രദമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. രാമകൃഷ്ണ പരമഹംസർ ശാരദാദേവിയെ വിവാഹം കഴിച്ചപ്പോൾ ആദ്യം ചെയ്തത് എന്താ അറിയോ, ശാരദാദേവിയെ നന്നായിട്ട് ഒന്നാട് പൂജിച്ചു അത്രേ. ആദ്യത്തെ ദിവസം തുടങ്ങണതിൻ്റെ മുമ്പേ, ഫസ്റ്റ് നൈറ്റ് തുടങ്ങണതിൻ്റെ മുമ്പേ എല്ലാവരും ചെയ്യണ പോലെയല്ല, ഒന്നാണ് പൂജിച്ചു. എന്നോടൊരഹിതം എനിക്ക് പറയേണ്ടി വരരുത്. അവരും അങ്ങനെ തന്നെയാണ് അല്ലേ, ദേവി എന്തേ ചെയ്തത്, എനിക്കും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് രാമകൃഷ്ണ പരമഹംസരെ തിരിച്ചൊരു പൂജ. അത്ര നല്ല തത്വം ആലോചിച്ചൊക്കെ, ഗീവ് റെസ്പെക്റ്റും ടേക്ക് റെസ്പെക്റ്റും. ഇങ്ങനെ പോയാൽ വല്ല കുഴപ്പമുണ്ടാവുമോ ആ ഗൃഹസ്ഥാശ്രമത്തിൽ? ഞാൻ അവിടത്തേക്ക് അഹിതം പറയാതിരിക്കണം, അതിനെനിക്ക് സൗകര്യം ഉണ്ടാക്കി തരട്ടെ ഭഗവാൻ. നിനക്കൊരഹിതമായിട്ട് എനിക്കും പറയരുത്. ദേവി തന്നെയാണ് നീ, ദേവനാണ് അങ്ങ്. അപ്പോൾ ഈശ്വര സമർപ്പണത്തോട് കൂടിയിട്ടാണ് അവർ ജീവിതം തുടങ്ങണത്. അവസാനം വരെ അതങ്ങനെ പോവുകയും ചെയ്തു ഇല്ലേ. അപ്പോൾ ജീവിതമായാലും വേറൊന്നായാലും ഒരു സംരംഭമായാലും ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോഴും കൂടി പണ്ടൊക്കെ അങ്ങനെയാണ് അല്ലേ. ഒന്ന് ഭഗവാനെ സ്മരിച്ച് അടുത്തുള്ള മൂർത്തി ക്ഷേത്രത്തിൽ ഏതാച്ചാൽ രാമലക്ഷ്മണന്മാരെ വഴിയിൽ കുഴപ്പമുണ്ടാകാൻ വേണ്ടിക്കാൻ സ്മരിക്കും, ഇഷ്ടദേവതയും ഭജിക്കും. തൊട്ടടുത്ത ക്ഷേത്രം രാമലക്ഷ്മണന്മാരോട് കൂടിയ രാമനെ മരിക്കണം എന്നാണ്. പിന്നെ യവനവൻ്റെ ഇഷ്ടദേവത ഇത് പഠിച്ചാൽ വേറെ വേണ്ട, അല്ലെങ്കിൽ ഇഷ്ടദേവതയൊന്ന് സ്മരിച്ചിട്ടേ ഒരു യാത്രയ്ക്ക് പുറപ്പെടുള്ളൂ. അപ്പോൾ ഏത് പ്രവൃത്തിയായാലും എന്ത് സംഗതിയായാലും തുടങ്ങുമ്പോൾ ഈശ്വര സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് ഞാനല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ കഴിവുകൊണ്ട് പറ്റില്ല, ഒന്നും സാധ്യമല്ല, സർവേശ്വര അങ്ങ് കൂടി ഉണ്ടാവണേ എന്ന ഭാവത്തിൽ തുടങ്ങിയാൽ അത് വൻ വിജയമായി തീരും. കാരണം പിന്നെ അത് നോക്കണത് ഭഗവാനാണ്, നമ്മളല്ല. ഭഗവാന് കഴിവില്ലാത്ത ആളല്ലല്ലോ. അതുകൊണ്ട് അതാണ് വേണ്ടത് എന്നുള്ളതായ തത്വമാണ് പാലാഴി മദനത്തിൽ നമ്മൾ പഠിക്കണം. സൂക്ഷ്മത്തിൽ ഇതൊരു തത്വം കൂടിയാണ്. എന്താണ് വാസ്തവത്തിൽ പാലാഴി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യ ശരീരം, മനുഷ്യജന്മമാണ് പാലാഴി. അപ്പോൾ എന്തിനാണ് അതിനെ കടയണത്? നല്ലപോലെ കടയണം എന്നാണ് പറയണത്. എന്നാലേ രാഗദ്വേഷാദികളൊക്കെ നീങ്ങുള്ളൂ. അതാണ് കാളകൂടവിഷം വന്നു എന്ന് പറഞ്ഞത്. വിഷണ്ടേ നമ്മുടെ ഉള്ളിലൊക്കെ വിഷത്തിനുണ്ടോ? വല്ല കമ്മി ജന്മജന്മാന്തരങ്ങളിൽ ആർജിച്ചതായ കർമ്മവാസനകളുടെ വിഷം പുറത്തേക്ക് പോകാനത്രേ ഈ കടയണത്. കാളകൂട വിഷം പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പോണ സമയത്ത് കുറേ കഴിയുമ്പോൾ എന്തുണ്ടാവും? ദോഷങ്ങളൊക്കെ നീങ്ങിയാൽ അമൃതസുഖം കൈവരും ഇല്ലേ. ദോഷങ്ങളുള്ളിടത്തോളം നമുക്ക് അമൃതസുഖം കൈവരില്ല, അനുഭവിക്കാൻ പറ്റില്ല. മായയിൽ മുങ്ങാത്ത ജീവനാണ് അമൃതത്തിന് അർഹത. മുങ്ങിയവർക്ക് കിട്ടുമോ? ഇല്ല. അപ്പോൾ കാളകൂട വിഷം പോയപ്പോൾ പിന്നീട് വന്നത് അമൃതം. പക്ഷെ ആ അമൃതം കയ്യിൽ വന്നാലും ആസുരശക്തികൾ അതിനെ അപഹരിക്കാനുണ്ട്. ഇവിടെ കിട്ടിയെന്ന് വിചാരിച്ചവർ നിലനിൽക്കണ്ടേ? കിട്ടിയാൽ പോരല്ലോ, നിലനിൽക്കണ്ടേ? അപ്പോൾ നിലനിൽക്കാതെ കണ്ട് വീണ്ടും മായ വന്ന് അസുരന്മാർ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞതാണ്. വീണ്ടും മായയ്ക്കുള്ള സാധ്യത പോയിട്ടില്ല. അപ്പം എന്ത് ചെയ്യുക? മോഹിനി വന്നാലേ അത് തിരിച്ച് കിട്ടുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ ശ്രീഭ്രംശം വന്നാൽ മോഹിനി വന്നാട്ട് തിരിച്ച് കിട്ടേണ്ടത്. അമൃതത്തിൻ്റെ നഷ്ടം മോഹിനിയാണ് നികത്തിയത്. എന്താ മോഹിനി? ഭഗവാന്റെ അവതാരങ്ങൾ തന്നെ. മനോമോഹനമായിട്ടുള്ള അവതാരങ്ങൾ ധാരാളം കേൾക്കുക, വായിക്കുക, പറയുക. അങ്ങനെ ചെയ്താൽ നമ്മുടെ നഷ്ടപ്പെട്ട ഐശ്വര്യം തിരിച്ചു കിട്ടും. അപ്പോൾ അഥവാ അമൃതം ഇന്ദ്രിയങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയാലും ഈശ്വരസ്മരണയോട് കൂടിയിട്ട് ഈശ്വര അവതാരമോ ഭാഗവതോ രാമായണമോ ഒക്കെ കേട്ടാൽ ആ നഷ്ടപ്പെട്ട ഐശ്വര്യം തിരിച്ചു കിട്ടിയിട്ട് നമ്മുടെ അമൃതസുഖം വീണ്ടും കൈവരും. അതാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെയും തത്വങ്ങളാണ്. അപ്പോൾ ആ പാലാഴി നമ്മൾ കടഞ്ഞ് ദോഷങ്ങളൊക്കെ നീക്കി അമൃതസുഖം അനുഭവിക്കുക. വീണ്ടും മായ ബാധിക്കാതിരിക്കാനോ മോഹിനിയെ മനസ്സിൽ കൊണ്ടുവരിക. മനോമോഹനമായിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങൾ തദൈവരമ്യം രുചിരം നവം നവം, പുതിയതായി പോകുന്ന കഥ വീണ്ടും വീണ്ടും കേൾക്കുക അല്ലേ. രാമായണം ഇപ്പം നമ്മൾ എത്ര പ്രാവശ്യം കേട്ടതാ വല്ലതും ഉണ്ടോ? കഥ നോക്കിയാൽ
യാതൊന്നുമില്ലാവോ. പക്ഷേ അത് പറഞ്ഞു നോക്കൂ, പുനി പുനി ഇല്ല ഹിന്ദി ക്ലിപ്പിൽ പറഞ്ഞ പോലെ വീണ്ടും 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 രാമകഥാസുധ എന്ന് പറഞ്ഞിട്ടൊക്കെ പാട്ടുകളൊക്കെ എത്ര ഇറങ്ങിയിരിക്കുന്നത്. പിബതേ രാമരസം, ഒരു ചെറിയ കഥയാണെങ്കിലും അതിനെ വലുതാക്കിയതാണ്. അത്രയേ ഉള്ളൂ ശരിക്കും പറയാച്ചാൽ. പക്ഷേ വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മുടെ മനസ്സ് എത്ര ശുദ്ധമാവണു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വിസ്മരിക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നു പുരാണങ്ങൾ. അപ്പോൾ ഈശ്വരകഥ വീണ്ടും വീണ്ടും കേൾക്കാൻ ഭാഗ്യം ഉണ്ടാവണം, കേൾക്കാൻ ആസ്വദിക്കാനൊരു ഭാഗ്യം ഉണ്ടാവണം. ഒക്കെ പൂർവ്വജന്മം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ജന്മാന്തരേ ഭവേത് പുണ്യം തതോ ഭാഗവതം ലഭേത്. ഭാഗവതം കിട്ടണമെങ്കിൽ തന്നെ എത്ര ജന്മത്തെ പുണ്യം വേണമറിയോ. ഒരു പുരാണത്തിൻ്റെ മുമ്പിൽ ഇരിക്കണമെങ്കിലോ ആ പുരാണം കേൾക്കണം എന്ന് തോന്നണമെങ്കിലോ ലേശ സമയം ദുഃഖമാത്രം തരുന്നതിനെയൊക്കെ മാറ്റി വയ്ക്കുക, അതേ കിട്ടുള്ളൂ ഈ വിഷയത്തിൽ നിന്ന്. ഒരു സംശയവും വേണ്ട. ഇത് ലേശം നമ്മുടെ ആത്മാവിന് കൊടുക്കുക. നമ്മുടെ ഇല്ലേ ആത്മാവ്, എൻ്റെ ഇല്ലല്ലോ. അപ്പോൾ ആ ഭാവത്തിൽ അത് വേണം എന്ന് തോന്നലുണ്ടാവണമെങ്കിൽ തന്നെ ദൈവാധീനം ഉണ്ടാവണം എന്ന് പറയണം. എന്നിട്ടോ സാധിക്കണമെങ്കിൽ അതിലേറെ ദൈവാധീനം വേണം. തോന്നണമെങ്കിൽ ദൈവാധീനം വേണം, സാധിക്കണമെങ്കിൽ ദൈവാധീനം വേണം. അത് നിലനിർത്തി പോയി സത്വങ്ങൾ ഉൾക്കൊണ്ട് മുക്തിയിലേക്ക് എത്തണമെങ്കിൽ അതിലേറെ ദൈവാധീനം വേണം. അതാണ് മനുഷ്യാണാം സഹസ്രേഷു കച്ചിത് എതത് സിദ്ധയേ എതദാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി പാണ്ഡവ. അർജുന, എന്നെ അറിയണം എന്ന് തോന്നുന്നത് 1000-ൽ-1 കേട്ടോ. 1000 എന്ന് പറഞ്ഞാൽ 1000-ൽ-1 ഉണ്ടാവില്ല, സംഖ്യ അവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ശ്രമിക്കുന്ന 1000-ൽ-1 എൻ്റെ അനുഭവം കിട്ടും. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? അപ്പോൾ ചുരുക്കം എത്ര 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 ലക്ഷം പേര് കൂടിയാൽ അതിൽ ചുരുക്കമായിട്ടുള്ള ആളുകൾക്ക് ഈശ്വരനെ അറിയണമെന്നുണ്ടാവുള്ളൂ. സത്സംഗത്തിലെ ആൾ കുറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല എന്നോ ഗീതയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു ഭഗവാൻ. ആളുണ്ടാവില്ല. ഇത് മായയുടെ സ്വഭാവമാണ്. അത് കേൾക്കണമെന്ന് തോന്നണമെങ്കിൽ ദൈവാധീനമുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നും കൂടി നമ്മൾ പാലാഴി നിന്ന് എടുക്കേണ്ടതാണ്. അതിനുശേഷം സർവേശ്വരനായിരിക്കുന്ന ശങ്കരൻ ഭഗവാന്റെ മായ കാണുന്ന രംഗമാണ്. അവിടെയാണ് ശങ്കരമോഹനം എന്ന കഥാഭാഗം മറ്റൊരു ഭാഗത്തിലാവാം. കായേന വാചാ മനസേന്ദ്രിയർവാധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.